ഹലോ ഓൾ, എല്ലാവർക്കും ഡ്രീം ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് നെഗറ്റിവിറ്റി, അല്ലേ? അല്ലെങ്കിൽ നെഗറ്റീവായ ആളുകൾക്കിടയിൽ എങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പലർക്കും അറിയില്ല. പൊതുവേ ഇന്നത്തെ കാലത്ത് ഏറെ കണ്ടുവരുന്നൊരു കാര്യമാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള ഒരുപാട് സംഗതികളിലൂടെ ഇന്നത്തെ മനുഷ്യർ കടന്നു പോകുന്നുണ്ട്. ചിലർക്കൊരു കൗൺസിലിംഗ് കൊണ്ട് നേരാകുമായിരിക്കാം, ചിലർക്കൊരു കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് മാത്രമേ വേണ്ടുള്ളൂ. എന്നാൽ ചിലർ ഒന്നും പറയാനാവാതെ, ആരോടും പറയാനാവാതെ വളരെയധികം വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അത് ചുറ്റും നെഗറ്റീവായ പീപ്പിൾ ആണെങ്കിൽ പറയാൻ വയ്യ, അല്ലേ? എത്രത്തോളം മാനസിക സമ്മർദ്ദമാണ് നമ്മൾ അനുഭവിക്കുക എന്നത് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. കാരണം ഒരു നെഗറ്റീവ് പീപ്പിൾ എന്നത് നമ്മളെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു മഹാസംഭവമാണ്. കാരണം അവരുടെ നെഗറ്റിവിറ്റി എന്നത് ലോ ഫ്രീക്വൻസിയാണ്. നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള 5 പേരുടെ ആവറേജ് ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾക്ക് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഒന്ന് കണ്ണോടിച്ച് നോക്കൂ, നമുക്കിടയിൽ നമ്മുടെ ചുറ്റും നെഗറ്റീവ് പീപ്പിൾ ആണെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം ദുസ്സഹമായിരിക്കും, അല്ലേ? എന്നാൽ നെഗറ്റീവ് പീപ്പിൾസിനിടയിലും പോസിറ്റീവായി നമ്മൾക്ക് ജീവിക്കാൻ സാധ്യമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നെഗറ്റീവ് പീപ്പിളുമായി താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായി സഹകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നതാണ്. സെറ്റ് എ ബൗണ്ടറി. ഈ ബൗണ്ടറിയെ ബ്രേക്ക് ചെയ്യാൻ അവർക്ക് കഴിയാത്തവണ്ണം നമ്മൾ അത്രയും സ്ട്രോങ് ആയി ആ ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതായത് ഒരാൾ നെഗറ്റീവ് പീപ്പിളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് പേഴ്സണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളോടുള്ള റിലേഷൻസ് പതുക്കെ കുറയ്ക്കുക. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളായിരിക്കാം, അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ നമ്മളുടെ സീക്രട്സ് ഒന്നും അവരുമായി ഷെയർ ചെയ്യരുത്, ഒരിക്കലും ഷെയർ ചെയ്യരുത്. കാരണം ഈ സീക്രട്ട് എല്ലാം നമ്മൾ നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യും. പക്ഷേ അത് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ വളച്ചൊടിച്ച് അവർ ചുറ്റുമുള്ളവരോട് അത് പറഞ്ഞ് പരത്തും. അങ്ങനെ നമ്മളെ മോശക്കാരാക്കാനും അതുപോലെ തന്നെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും ഉള്ള അവസരങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവായ പേഴ്സൺ നമ്മൾക്ക് ഒരു മുഖംമൂടിയിട്ടായിരിക്കാം നമ്മുടെ മുന്നിൽ വരുന്നത്. പക്ഷേ കാലം പോകുന്തോറും ആ മുഖംമൂടി ഒരിക്കൽ അഴിഞ്ഞു വീഴും. കാരണം സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അങ്ങനെ നെഗറ്റീവാണ് ആ പേഴ്സൺ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക. ഒരു ഹായ് ബായ് ബന്ധം മാത്രമേ പിന്നീട് അവരുമായി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ആ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യരുത്. കാരണം വീണ്ടും അത് ഒരു മധുരമുള്ള വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ വളരെയധികം ക്ലോസ് ആണ് എന്ന് അറിയിച്ചുകൊണ്ടോ പിന്നീട് തിരിച്ചു വന്നാലും നമ്മൾ ആ ബൗണ്ടറിയെ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ പരിഹാസ വാക്കുകൾ കൊണ്ടും ക്രിറ്റിസൈസ് ചെയ്തും അതുപോലെ തന്നെ ജഡ്ജ് ചെയ്തും കമ്പയർ ചെയ്തും നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ഉള്ളിലേക്ക് എടുക്കരുത്. കാരണം നമ്മൾക്കെതിരെയുള്ള ആയുധമാണ് അതെന്നറിയാം. ഏത് വാക്ക് പറയുമ്പോഴാണോ, ഏത് കാര്യം ചെയ്യുമ്പോഴാണോ നമ്മൾ ഡൗൺ ആവുന്നത് എന്ന് വളരെ കൃത്യമായി അവർക്കറിയാം. കാരണം നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഏത് വാക്കുകൾ കൊണ്ടാണോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അവരത് ആയുധമായി എടുക്കും. ഞാൻ ഇത് പറഞ്ഞാൽ ഇവൾ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഇവൻ റിയാക്ട് ചെയ്യും. എന്നാൽ ഇത് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരെ പ്രൊവോക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതൊരു ആയുധമായി എടുത്ത് നമുക്കെതിരെ പ്രയോഗിക്കാൻ ഇടയുണ്ട്. സോ അതിനൊന്നും നിന്നു കൊടുക്കരുത്. കാരണം ഏത് വാക്കുകൾ കൊണ്ടാണോ അല്ലെങ്കിൽ ഏത് സാഹചര്യം കൊണ്ടാണോ നമ്മളെ ഡൗൺ ആക്കാൻ പറ്റുന്നതെന്ന് അവർക്ക് കൃത്യമായി അറിയാം. സോ ബി അവെയർ. ഇനി മുതൽ അവർക്ക് അതിനുള്ള ചാൻസ് ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും എന്ത് പറഞ്ഞാലും നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. അതായത് സന്തോഷത്തോടെ ആണ് ഇരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്നത്. അതായത് പ്രൊവോക്ക് ചെയ്യാൻ വരുമ്പോൾ നെവർ മൈൻഡ് ആയിരുന്നുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ആക്ട് ചെയ്യുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുക, അവരെ വഴിതിരിച്ചു വിടുക, മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് വഴിതിരിച്ചു വിടുക, അല്ലെങ്കിൽ
നമ്മൾ ഹാപ്പിയാണെന്ന് ആക്ട് ചെയ്യുക. ഈ ആക്ട് ചെയ്യുന്നതിലൂടെ, ഇത് നിരന്തരം ചെയ്യുന്നതിലൂടെ നമ്മൾ അത് പോസിറ്റീവായി എടുക്കുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് പോസിറ്റീവാണെന്ന് കരുതി നമ്മൾ ഇനിയുള്ള ഇങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ ഹാപ്പിയായി പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഹാപ്പിനെസ് പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് അറിയുമ്പോൾ നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കാനും ഒരു കംപ്ലീറ്റ് പോസിറ്റീവ് പേഴ്സണാക്കി മാറ്റാനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നത്. സോ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറയ്ക്കുക, ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് സാഹചര്യമാണെങ്കിൽ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. പ്രൊവോക്ക് ചെയ്യാൻ നിരന്തരം അവർ ഓരോ കാര്യങ്ങൾ ഇട്ടു തന്നാലും നമ്മൾ നെവർ മൈൻഡ് ആയിരിക്കുക. അതുപോലെ തന്നെ ഇതിനപ്പുറത്തേക്ക്, അതായത് തിരിച്ചു പറയാതിരിക്കുക. നമ്മൾ ഒരിക്കലും അവരോട് റിയാക്ട് ചെയ്ത് ജസ്റ്റ് റെസ്പോണ്ട്, നമ്മളുടെ ഇറ്റ്സ് ഓക്കെ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പിനെസ് പ്രകടിപ്പിക്കുക. നിരന്തരം അത് പ്രകടിപ്പിക്കുമ്പോൾ ആക്ടിങ്ങിലൂടെയാണെങ്കിലും ജസ്റ്റ് അഭിനയിക്കുകയാണെങ്കിലും അത് നമ്മളുടെ ഒരു ചര്യയായി മാറുന്നതായിരിക്കും. സോ ബി അവെയർ വെൻ വി ലിവ് എമംഗ് നെഗറ്റീവ് പീപ്പിൾ. സോ ഒരിക്കലും നമ്മൾ അവരോട് ആർഗ്യുമെൻറ്റിനോ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാനോ പോകരുത്. കാരണം അവർക്കതൊരു ആയുധമായിരിക്കാം. നമ്മുടെ എനർജി ഡൗൺ ആയി മാറും. നമ്മളുടെ എനർജി എപ്പോഴും ഹൈ ആകണമെങ്കിൽ നമ്മളെപ്പോഴും ഹൈ ഫ്രീക്വൻസിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നല്ല പോസിറ്റീവ് ആളുകളുമായി ഇടപഴകിക്കൊണ്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും പോസിറ്റീവായിരിക്കുക. നെഗറ്റീവ് പീപ്പിളുകൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും അവരുമായിട്ടുള്ള ഇടപഴക്കം കുറച്ച് നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആക്കിക്കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് നന്മയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടും നിരന്തരം പുതിയ സ്കില്ലുകൾ പഠിച്ചുകൊണ്ടും നമ്മൾക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ സാധ്യമാണ്. സോ ബി പോസിറ്റീവ് ഓൾവേസ്. ഇറ്റ് വിൽ ക്രിയേറ്റ് യു എ മിറാക്കിൾ ലൈഫ്. താങ്ക് യു.